മുല്ലപ്പെരിയാർ വിഷയത്തിലാണ്. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയാണ്. കേരളത്തിനോടും തമിഴ്നാടിനോടുമാണ് നിർദ്ദേശം നടപ്പാക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഏതരത്തിലായിരിക്കും ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ആ നിർദ്ദേശങ്ങൾ ഏതരത്തിലായിരിക്കും നമ്മളെ ബാധിക്കുക? രതീഷ്, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനുമായി ബന്ധപ്പെട്ട് മേൽനോട്ട സമിതി സുപ്രീം കോടതിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചിരുന്നത്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുവാനാണ് ഈ കേരള സർക്കാരിനോടും ഈ തമിഴ്നാട് സർക്കാരിനോടും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് ഈ മരങ്ങൾ മുറിക്കണം എന്നത് ഉൾപ്പെടെയുള്ള, അതായത് അതിന് അനുമതി നൽകണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ തമിഴ്നാടിന് ഈ അനുമതിക്കായി വീണ്ടും കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകണം. അതായത് പരിവരൻ പോർട്ടലിൽ അതിന് അപേക്ഷ നൽകണം. ആ അപേക്ഷ നൽകുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ കേരളത്തിൽ വേഗത്തിലാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഇതിനു പുറമെ അണക്കെട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക, അതുപോലെ തന്നെ അണക്കെട്ടിലേക്ക് പോകുന്ന ഘാട്ട് റോഡിൻ്റെ നവീകരണം തുടങ്ങിയ വ്യത്യസ്തമായ നിർദ്ദേശങ്ങളായിരുന്നു ഇതിൽ നൽകിയിരുന്നത്. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഈ ഉന്നതാധികാര സമിതിയുടെ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഉള്ള വീഴ്ചകൾ വരുത്താൻ പാടില്ല. രണ്ട് സംസ്ഥാനങ്ങളും ആ ഉത്തരവ് നടപ്പിലാക്കാൻ, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതിയെ അറിയിക്കുവാൻ വേണ്ടിയും അതിലുള്ള കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പുതിയ അണക്കെട്ടെന്ന ആവശ്യം കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി പറഞ്ഞത് ഈ നിലവിൽ ഈ ഉന്നതാധികാര സമിതിയുടെ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. ഈ മാസം 19-ന് വീണ്ടും ഈ ഹർജി പരിഗണിക്കാൻ, അതായത് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കാനായി വീണ്ടും ഈ സുപ്രീം കോടതി ഈ ഹർജി 19-ാം തീയതി പരിഗണിക്കാൻ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് കേരളത്തോടും തമിഴ്നാടിനോടും ആ ഒരു നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.